നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയും ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ബീറ്റ വേർഷൻ നമുക്കറിയാൻ സാധിക്കും. വാട്സപ്പിലൊക്കെ ബീറ്റ വേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വാട്സപ്പിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യത്തിൽ ലഭിക്കുന്നത് ബീറ്റ വേർഷനിലാണ്. ബീറ്റ വേർഷനിൽ വന്ന് ചിലപ്പോൾ ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞ ശേഷമാണ് നോർമലായിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് എല്ലാവർക്കും ലഭിക്കുക. അപ്പോൾ ഈ ബീറ്റ വേർഷൻ നമുക്ക് ഇപ്പോൾ വാട്സപ്പിൻ്റെത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ അത് ബീറ്റ വേർഷൻ ഫുള്ളാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസുകളും മറ്റ് ഫീച്ചേഴ്സുകളൊക്കെ എങ്ങനെ നമുക്ക് ബീറ്റ വേർഷൻ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ചില ആപ്ലിക്കേഷനൊക്കെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെയും ബീറ്റ വേർഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ നോക്കാം. ബീറ്റ വേർഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, ഏറ്റവും പുതിയ നല്ല നല്ല ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം വാട്സാപ്പിലൊക്കെ ഓരോ ദിവസം ഓരോ ഫീച്ചേഴ്സുകൾ വരാറുണ്ട് പല സമയത്തും. അപ്പോൾ ബീറ്റ വേർഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഏറ്റവും ആദ്യത്തിലൊക്കെ നമുക്ക് കിട്ടും. അതിന് ശേഷമേ ബീറ്റ വേർഷൻ അല്ലാത്ത ആളുകൾക്കൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ബീറ്റ വേർഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ബീറ്റ വേർഷൻ എന്ന് ഞാൻ ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. വാട്സപ്പ് ബീറ്റ എന്ന് മാത്രം സെർച്ച് ചെയ്താലും മതി. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നത്തിൽ ഇവിടെ വാട്സപ്പ് ബീറ്റ എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ വാട്സപ്പിൽ തന്നെ നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അത് ഞാൻ വാട്സപ്പ് എടുക്കുമ്പോൾ കാണാൻ സാധിക്കും. എൻ്റെത് ഇവിടെ ബീറ്റ എന്ന് കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി ബീറ്റ വെർഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ബിസിനസ് എടുക്കുമ്പോൾ കാണാൻ സാധിക്കും. വാട്സപ്പ് ബിസിനസ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സപ്പ് ബിസിനസ്സിൽ ബീറ്റ വേർഷൻ അല്ല, ഇവിടെ ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്ന് കാണാം. വാട്സപ്പ് ബിസിനസ്സിൻ്റെ ബീറ്റ വേർഷൻ എനിക്ക് ലഭിച്ചിട്ടില്ല. അതിപ്പോൾ ആ ബീറ്റ പ്രോഗ്രാം ഫുള്ളാണ്. ഓരോ ആപ്ലിക്കേഷനെയും ബീറ്റ വേർഷൻ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം കാണിച്ചു തരുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ബീറ്റ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഗൂഗിൾ വാട്സപ്പ് ബീറ്റ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നത്തിൽ വാട്സപ്പ് ബീറ്റ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ വെൽക്കം ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഓൾറെഡി ബീറ്റ വേർഷൻ ആയതുകൊണ്ട് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ലീവ് ദ പ്രോഗ്രാം എന്നാണ്. അതായത് ബീറ്റ വേർഷനിൽ നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ലീവ് ദ പ്രോഗ്രാം. നിങ്ങൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ബീറ്റ പ്രോഗ്രാം ഫുൾ എന്നായിരിക്കും കാണാൻ സാധിക്കാം. ഇനി ഇവിടെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ബിക്കം ബീറ്റ പ്രോഗ്രാം എന്നായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വാട്സപ്പിൽ ബീറ്റ വേർഷനായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ഫുൾ ബീറ്റ പ്രോഗ്രാം എന്നായിരിക്കും കാണാൻ സാധിക്കുക. ബീറ്റ പ്രോഗ്രാം ഉള്ള ആളുകൾക്ക് ഇവിടെ ലീവ് ദ പ്രോഗ്രാം എന്നായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് വാട്സപ്പിൻ്റെ ബീറ്റ പ്രോഗ്രാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ബീറ്റ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ബീറ്റ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും പ്ലേ സ്റ്റോറിൻ്റെ അതേ ചിഹ്നത്തിൽ തന്നെ ബീറ്റ ടെസ്റ്റർ ഇൻസ്റ്റാഗ്രാം എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ വെൽക്കം ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്നുള്ളത്. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ വേർഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലീവ് ദ പ്രോഗ്രാം എന്ന് കാണുന്നത്. ലീവ് ദ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ബീറ്റ വേർഷനിൽ നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷനാണ്, ലീവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ ബിക്കം എ ബീറ്റ പ്രോഗ്രാം എന്നായിരിക്കും കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പുതിയൊരു അപ്ഡേറ്റ് ആയിരിക്കും വരിക. അത് അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ബീറ്റ പ്രോഗ്രാമിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൻ്റെ ബീറ്റ വേർഷനാണ്. ഫേസ്ബുക്ക് ബീറ്റ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം എന്താണ് ലഭിക്കുന്നത് നോക്കാം. ഞാൻ ഫേസ്ബുക്ക് ബീറ്റ എന്ന് സെർച്ച് ചെയ്തു. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ആ ചിഹ്നത്തിൽ കാണുന്നത് അതായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നത്തിലുള്ള അതായിരിക്കും കാണാൻ സാധിക്കുക. ആ ബീറ്റ ടെസ്റ്റർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് ഞാൻ ഓൾറെഡി ബീറ്റ പ്രോഗ്രാമിലാണുള്ളത്. അത് ബീറ്റ വേർഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്നുള്ളത്. യു ആർ ടെസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. യു ആർ ടെസ്റ്റർ, നിങ്ങൾ ഒരു ബീറ്റ ടെസ്റ്റർ ആണെന്ന് കാണിക്കും. താഴെ കാണുന്ന ഭാഗത്ത് ലീവ് ദ പ്രോഗ്രാം, അതായത് നമുക്ക് ബീറ്റ വേർഷനിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാനത് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ബീറ്റ വേർഷൻ ആവശ്യമുള്ളത് കൊണ്ടാണ്.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബിക്കം എ ബീറ്റ ടെസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ബീറ്റ വേർഷൻ എനേബിൾ ആകും. എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും, ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് പുതിയ വേർഷൻ, അതായത് ഫേസ്ബുക്കിൻ്റെ ബീറ്റ വേർഷൻ ലഭിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ ആദ്യം ലഭിക്കുന്നത് ബീറ്റ വേർഷനിലാണ്. പക്ഷേ ഈ ബീറ്റ വേർഷൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് അതിലധികവും ബഗ് ഫയലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്ര ഒഫീഷ്യൽ ആണെങ്കിൽ പോലും ചില ബഗ് ഫയലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു പരീക്ഷണമാണ് നമുക്ക് ബീറ്റ ടെസ്റ്റ്. അതായത് അവരേത് ഫീച്ചറുകൾ, ആ ഒരു ആപ്ലിക്കേഷൻ്റെ ടീം ഏത് ഫീച്ചേഴ്സുകൾ കൊണ്ടുവരുമ്പോഴും ബീറ്റ ടെസ്റ്റിലുള്ള ആളുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും. ശേഷം അവരിൽ നിന്ന് വിജയിച്ചാൽ മാത്രമേ അത് മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് നോർമലായിട്ടുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുകയുള്ളൂ. അതായത് ബീറ്റ പ്രോഗ്രാമിൽ എനേബിൾ ചെയ്യാത്ത ആളുകൾക്ക് ഇത് എത്തിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ടെസ്റ്ററാണ്. ഈ ബീറ്റ പ്രോഗ്രാം നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്ററാണ്. അപ്പോൾ വാട്സപ്പിലൊക്കെ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ആദ്യം ലഭിക്കുന്നത് ബീറ്റ ടെസ്റ്റർക്കാണ്. കാരണം അവരെ ടെസ്റ്റ് ചെയ്യാണ്. അത് പൂർത്തിയായതിനു ശേഷമാണ് മറ്റുള്ളവർക്കൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യത്തിൽ ഫീച്ചേഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീറ്റ വേർഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഗൂഗിൾ ക്രോം നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ബീറ്റ വേർഷൻ എന്താണെന്ന് നോക്കാം. അതുകൊണ്ട് ഗൂഗിൾ ക്രോമിൻ്റെ ബീറ്റ എന്ന് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ ബീറ്റ എന്നുള്ളത് പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നത്തിൽ തന്നെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ ബീറ്റ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മളിത് പ്രത്യേകം എനേബിൾ ചെയ്യേണ്ട. ഗൂഗിൾ ക്രോമിൻ്റെ ബീറ്റ വേർഷൻ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടിക്ടോക്ക് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വിദേശത്തായതുകൊണ്ട് ടിക്ടോക്ക് ഇവിടെ ലഭ്യമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരുന്നതിന് വേണ്ടി ടിക്ടോക്കിൻ്റെ ബീറ്റ വേർഷൻ ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ടിക്ടോക്ക് ബീറ്റ എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ടിക്ടോക്ക് ബീറ്റ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം. ഞാൻ ഈ ടിക്ടോക്കിലും ബീറ്റ വേർഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ലീവ് ദ പ്രോഗ്രാം എന്നാണ് ഞാൻ എനേബിൾ ചെയ്തുകൊണ്ടാണ് ഇത്ര കാണിക്കുന്നത്. നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ബിക്കം എ ടെസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി പുതിയ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോർ എന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത്. പ്ലേ സ്റ്റോറിൽ നമുക്ക് ബീറ്റ വേർഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ബീറ്റ എന്ന് സെർച്ച് ചെയ്തു. ഇവിടെ താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ബീറ്റ ടെസ്റ്റർ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴും കാണാൻ സാധിക്കും ഇവിടെ വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം, അതായത് യു ആർ ടെസ്റ്റർ എന്നുള്ളത് കാണാൻ സാധിക്കും. ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറും ബീറ്റ വേർഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിതെല്ലാം ബീറ്റ വേർഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മാറ്റാൻ വിട്ടുപോയതാണ് വാട്സപ്പിൻ്റെ ബിസിനസ് വേർഷൻ. വാട്സപ്പ് ബിസിനസ് ഞാൻ എനേബിൾ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പം വാട്സപ്പിൻ്റെ ബീറ്റ പ്രോഗ്രാം ഫുള്ളാണ്. അതിന് എനേബിൾ ചെയ്യാൻ സാധിക്കില്ല. മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് പോയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാം ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും. ബീറ്റ വേർഷൻ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ ഫീച്ചർ ലഭിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ വാട്സപ്പ് ബിസിനസ്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ബിസിനസ്സിൽ ഇപ്പോൾ ആ ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ വാട്സപ്പ് ബിസിനസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ബീറ്റ എന്ന് ഞാൻ സെർച്ച് ചെയ്യാണ്. സാധാരണ നോർമൽ വാട്സപ്പ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തു. ഇനി വാട്സപ്പ് ബിസിനസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്സപ്പ് ബിസിനസ്സിൻ്റെ ബീറ്റ വേർഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഭാഗത്തേക്ക് സെർച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ ബീറ്റ ടെസ്റ്റർ ഫോർ ഓഫ് വാട്സപ്പ് ബിസിനസ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാനൊരു ഇപ്പോൾ കാണാൻ സാധിക്കും. താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ ബിക്കം എ ടെസ്റ്റർ ഫോർ ദ വാട്സപ്പ് ബിസിനസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ആക്സെപ്റ്റ് നിങ്ങൾക്ക് മാക്സിമം റീച്ച്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു വാട്സപ്പ് ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ബീറ്റ വേർഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഫുൾ ആയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കാം. അതായത് ബീറ്റ വേർഷൻ ഫുൾ ആയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കാം. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ടെലഗ്രാമിൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ടെലഗ്രാം ബീറ്റ എന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ തന്നെ ടെലഗ്രാം ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ജോയിൻ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ബീറ്റ വേർഷൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡൗൺലോഡ് ടെലഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ടെലഗ്രാം
ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ടെലഗ്രാം ആപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ടെലഗ്രാമിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സിഗ്നൽ എന്നുള്ള ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്കതിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കാൻ നോക്കാം, ജോയിൻ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ സിഗ്നൽ എന്ന് ടൈപ്പ് ചെയ്ത് ബീറ്റ എന്ന് കൂടെ സെർച്ച് ചെയ്യുകയാണ്. ബീറ്റ എന്ന് കൂടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ തന്നെ സിഗ്നൽ ബീറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സിഗ്നൽ ആപ്ലിക്കേഷൻസിൻ്റെ ആ ഒരു സൈറ്റിലേക്ക് എത്തും. ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ജോയിൻ ദ ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ബീറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ബീറ്റ ചാനൽ ഓൺ ഗൂഗിൾ പ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ കാണാൻ സാധിക്കും വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം. ഇതും ഞാൻ നേരത്തെ ബീറ്റ വേർഷനിലേക്ക് മാറിയിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ലീവ് ദ പ്രോഗ്രാം എന്ന് കാണും. നിങ്ങളുടെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ബിക്കം എ ടെസ്റ്റർ എന്നായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ iOS ഉപയോഗിക്കുന്ന ആളുകൾ, ഇപ്പോൾ ആൻഡ്രോയിഡാണ് കാണിച്ചത്, iOS ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇവിടെ ആപ്പ് സ്റ്റോർ പേജ് ആൻഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ബീറ്റ വെർഷൻ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വിൻഡോസും അതുപോലെ തന്നെ മാക്കും കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻസ്. മെസ്സഞ്ചറിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ വരാറുണ്ട്. അപ്പോൾ മെസ്സഞ്ചർ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അതിന് ബീറ്റ വെർഷൻ എനേബിൾ ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ബീറ്റ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തിട്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ബീറ്റ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ബീറ്റ എന്നുള്ളത് കാണാൻ സാധിക്കും. ഫ്ലാഷ് സ്റ്റോറിൻ്റെ ചിഹ്നത്തിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാത്തിലും ബീറ്റ വേർഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്നുള്ളത്. താഴെ കാണുന്ന ഭാഗത്ത് ലീവ് ദ പ്രോഗ്രാം എന്നാണ്. ബീറ്റ വേർഷൻ എനേബിൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ബിക്കം എ ടെസ്റ്റർ എന്നായി കാണാൻ സാധിക്കുക. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബീറ്റ വേർഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസുകളും അതിൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നും കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജി അറിവുകളൊക്കെ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.